ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ നുറുക്ക് ഗോതമ്പ് പായസമാണ്. ഈ ഒരു പായസം നമ്മളിവിടെ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഗോതമ്പ് ഒരു 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകി കുക്ക് ചെയ്തെടുക്കണം. ഗോതമ്പ് നല്ലതുപോലെ കഴുകി അല്പനേരം വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വെന്ത് കിട്ടും. ഗോതമ്പ് ഇവിടെ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കുതിർക്കാതെയാണ് ഗോതമ്പ് വേവിച്ചെടുക്കുന്നത്. കഴുകിയെടുത്ത ഗോതമ്പ് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഗോതമ്പ് കുക്ക് ചെയ്യുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പ് അളന്നെടുത്ത ആ സെയിം കപ്പിന് 4 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരമാണ് ഗോതമ്പ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കുക്കർ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിവിടെ കുക്കായി വരട്ടെ. ഇനി പായസത്തിൻ്റെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം. നമ്മളിവിടെ 500 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഉരുക്കിയെടുക്കാം. ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ്. ഈ ഒരളവിൽ ശർക്കര എടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് അത്യാവശ്യം നല്ല മധുരമാണ് കിട്ടുന്നത്. ഇപ്പോൾ ശർക്കര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ശർക്കരയിലെ കല്ലും മണ്ണൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് അരിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഗോതമ്പ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ കുക്കറിൽ നിന്ന് പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. നമുക്കിവിടെ ഗോതമ്പ് കറക്റ്റ് പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. പായസത്തിന് വേണ്ടിയിട്ട് ഗോതമ്പ് വേവിച്ചെടുക്കുമ്പോൾ വെന്ത് കുഴഞ്ഞു പോകാതെ ഈ ഒരു പാകത്തിന് വേണം വേവിച്ചെടുക്കേണ്ടത്. ഈ കുക്കറിൽ തന്നെയാണ് നമ്മൾ പായസം റെഡിയാക്കി എടുക്കുന്നത്. നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കരയും ഗോതമ്പും നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഗോതമ്പും ശർക്കരയും കുറുകി യോജിച്ച് വരുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോഴേക്കും ഗോതമ്പിൽ ശർക്കരയൊക്കെ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ടാകും. ഗോതമ്പും ശർക്കരയും ഇതുപോലെ വരട്ടിയെടുക്കാതെയും നമുക്ക് പായസം റെഡിയാക്കി എടുക്കാവുന്നതാണ്. എന്നാലും ഇതുപോലെ വരട്ടി തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി ശർക്കര ഗോതമ്പിൽ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. നെയ്യ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ വരട്ടിയെടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നെയ്യ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമ്മളിത് വരട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നാളികേരത്തിൻ്റെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കണം. 2ാം പാൽ നമ്മളിവിടെ 4 കപ്പ് അളവിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കണം. ഗോതമ്പും ശർക്കരയും നാളികേരപ്പാലും യോജിച്ച് വരണം. അതുവരെ നമ്മളിത് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കണം. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ പായസം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മളിവിടെ പായസം കുറുക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ 10 ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഏലക്കാപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നാളികേരത്തിൻ്റെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 2 കപ്പ് അളവിലാണ് 1ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം 1ാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ പായസം തിളയ്ക്കാൻ പാടില്ല, പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും. എത്രത്തോളം തിക്നെസ് ആവശ്യമുണ്ടോ ആ ഒരു പാകത്തിന് പായസം റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളിവിടെ ഇലയിൽ വിളമ്പാൻ പാകത്തിന് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പായസം റെഡിയാക്കി എടുത്തിട്ടുള്ളത്.
ഫൈനലി നമ്മുടെ ടേസ്റ്റി പായസത്തിലേക്ക് നെയ്യിൽ നാളികേരക്കൊത്തും കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പായസം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്